ഹലോ സ്പൈസി ചില്ലി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമ്മൾ കക്കയുടെ ഷെല്ല് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിന് മുന്നായിട്ട് ഞാനൊരു സാന്റാക്ലോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കക്കയുടെ ഷെല്ല് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ടൊരു ട്രീയുടെ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ചട്ടൊക്കെ എടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ നമ്മളതിൻ്റെ താഴെ വശത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം, നമുക്ക് നിലത്ത് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ലെവലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കക്കയുടെ ഷെല്ല് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറേ ടൈപ്പിലുള്ളതുണ്ടായിരുന്നു, വലുതും ചെറുതുമായിട്ട് അങ്ങനെ കുറേ ടൈപ്പിലുണ്ട്. എന്ത് ചെയ്ത് വലിയതൊക്കെ ഞാനിവിടെ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം. നമുക്ക് മേളിലോട്ട് പോകുന്തോറും നമുക്ക് ചെറുത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെന്താ, ഞാനിവിടെ 2 ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലുത് വെച്ചിട്ട് 2 ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കിയും കൂടെ മൊത്തം ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണിത്. കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതാ നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ കളർ ചെയ്യണം. അപ്പം ഞാനിവിടെ ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക്, മൊത്തത്തിലൊന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൊത്തത്തിലൊന്ന് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാനൊരു ലൈറ്റ് ഗ്രീൻ അടിച്ചു കൊടുക്കുന്നത്, അതും ആക്രിലിക് തന്നെയാണ്. ഇതാ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സ് എടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ഫ്ലവറും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ബീഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീ എടുത്തിട്ട് അതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അവിടെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും അനങ്ങാതെ ഇവിടെ നിന്നോളും. അതിൻ്റെ മേലെ ഭാഗത്ത് ഞാനൊരു സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിത് അധികം ചിലവൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.